ഇന്നത്തെ വൈകുന്നേരം എന്തായാലും ഒരു ഇറാനി ചായയും മസ്ക ബണ്ണും ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. ഇപ്പം അതാണല്ലോ ട്രെൻഡ്. അപ്പോൾ ഇതാ ഇറാനി ചായക്ക് വേണ്ടിയിട്ട് ഏലക്കായയും കുറച്ച് ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ 5 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1 ഗ്ലാസ്സിലേക്ക് 1 സ്പൂൺ ചായപ്പൊടിയാണ് എടുക്കാറ്, എൻ്റെ അടുത്തുള്ള സ്പൂണിൽ. കുക്കർ വിസിലടിക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ, ആ ഏലക്കായുടെയും ഇഞ്ചിയുടെയൊക്കെ സ്മെല്ല്. ഇനി ചായയിലേക്കുള്ള പാലൊന്ന് കുറുക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ 3 ഗ്ലാസ് പാലെടുക്കുന്നുണ്ട്. നമുക്ക് 2.5 ഗ്ലാസ് പാലാക്കിയിട്ട് ഇത് കുറുക്കിയെടുക്കാം. ഇനി നമ്മളുടെ മസ്ക ബണ്ണിൻ്റെ ഫില്ലിങ് റെഡി ആക്കണ്ടേ. അപ്പം അതിന് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം ഒന്ന് വിസ്ക് ചെയ്തിട്ടൊന്ന് എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസും മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഫില്ലിങ്. ഇനി നമുക്ക് ബണ്ണൊന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് കട്ട് ചെയ്തിട്ട് അതിനുള്ളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് തേച്ച് കൊടുക്കുക. നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ, അപ്പോഴാണ് ആ ഒരു ടേസ്റ്റൊക്കെ നല്ലോണം കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ മസ്ക ബണ്ണ് റെഡിയായി. ഇനി ഇറാനി ചായ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ പാലിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താൽ മതി. അപ്പോൾ പാലൊക്കെ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചായ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ. അപ്പോൾ ഇറാനി ചായയും മസ്ക ബണ്ണും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മളുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.